ചങ്ങനാശ്ശേരി വാഴപ്പള്ളി എസ്.എച്ച്. അഡോറേഷൻ കോൺവെന്റിൽ സപ്തസ്വരങ്ങൾ മുഴക്കുന്ന മണികൾ ശ്രദ്ധ നേടുകയാണ്. 1927-30 കാലഘട്ടത്തിൽ സ്ഥാപിച്ച ഈ മണികൾ പ്രസ്തുത മഠത്തിൽ ആരാധന നടക്കുന്നുണ്ട് എന്നറിയിക്കാനാണ് ഘടിപ്പിച്ചത്. മണികളുടെ ചരിത്രവും അത് മുഴക്കുന്ന രീതി, സമയം തുടങ്ങിയവയെക്കുറിച്ച് എസ്.എച്ച്. അഡോറേഷൻ കോൺവെന്റിലെ മദർ സിസ്റ്റർ ബെറ്റി റോസും സഹസന്യാസിനിമാരും ഷെയ്ഖന ന്യൂസിനോട് പങ്കുവച്ചു. സപ്തസ്വരങ്ങൾ ഒഴുകുന്ന ഈ 7 മണികൾ ഈ മഠത്തിലുണ്ട്. അത് എത്ര വർഷമായി ഈ മഠത്തിലായിരുന്നു? ഏകദേശം 1927-30 ഈ കാലയളവിലാണ് ഈ മണിനാഥം ഇവിടെ സെറ്റ് ചെയ്തത്. അതായത് കുര്യാളശ്ശേരി പിതാവാണല്ലോ ഞങ്ങളുടെ സഭാസ്ഥാപകൻ. ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യ മെത്രാനാണ്. അപ്പം പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് കാളശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായിട്ട് സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടത്തിപ്പറമ്പിൽ ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ ആ വൈദികനെയാണ് ഈ മഠത്തിൻ്റെ വാഴപ്പള്ളി മഠത്തിൻ്റെ ചാപ്ലൈനായിട്ട് പിതാവ് നിയമിച്ചത്. ആ പിതാവ് 1927-30 കാലഘട്ടങ്ങളിൽ ഇവിടെ ആയിരുന്നപ്പോൾ ഈ സപ്തസ്വരങ്ങള്, ഈ 7 മണിനാഥകള് ക്യാൻറ്റീനിൽ നിന്നും വരുത്തിച്ചതാണെന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. അപ്പം ഈ മണിനാഥം ഇവിടെ സെറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഴപ്പള്ളി മഠത്തിലെ ഒരു നിത്യാരാധന ചാപ്പലാണ്. അപ്പം ഇന്ന് കുര്യാളശ്ശേരി പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വർഗത്തിൽ മാലാഖമാര് ഈശോയെ നിത്യവും നിരന്തരവും സ്തുതിക്കുന്നത് പോലെ ഒരു ഗണം കന്യകമാര് ഈ ഭൂമിയിലും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എല്ലാ ദിവസവും, ഇപ്പം പ്രത്യേകിച്ച് നിത്യാരാധന ചാപ്പലാകുമ്പം എല്ലാ മണിക്കൂറും 24 hours ഇവിടെ ആരാധനയുണ്ട്. അപ്പൊ ഈ ആരാധനയുണ്ടെന്ന് ഈ നാട്ടിലുള്ള ആളുകളെ അറിയിക്കുന്നതിനുള്ള വലിയൊരു അടയാളമാണ് ഈ പ്രഭാതത്തിലെ ഉണരുമ്പോഴേ ഈ മണിനാഥം മുഴങ്ങുന്നത്. ഞങ്ങളുടെ ഉണർത്തുമണി എന്ന് പറയുന്നത് പ്രഭാതത്തിൽ 5 മണിക്കാണ്. അപ്പൊ ഈ ഉണർത്തുമണി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ലിസം പൊട്ടും. അതായത് പല പാട്ടുകളുടെ ട്യൂണുകളാണ്. അപ്പം ഈ സപ്തസ്വരങ്ങൾ അതിന് ചേർന്നുകൊണ്ടുള്ള പാട്ടുകൾ പല രീതിയിലുണ്ട്. അതിന് ഈ പരിശീലനം എൻ്റെ തുടക്കം മുതലേ തന്നെ കൊടുത്തിരുന്നു. അപ്പം നല്ല കലയുള്ള സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു പാരമ്പര്യം, ഈ പാട്ടുകളുടെ അതിൻ്റെ പഠനം അത് കൈമാറി വന്ന് ഇന്നത്തെ തലമുറയും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ മണി ഇങ്ങനെ ഈ ഗാനങ്ങൾ ആലപിക്കാനായിട്ട് പ്രത്യേക പരിശീലനം ആവശ്യമാണ് അല്ലേ? ആവശ്യമാണ്. കാരണം അതിന്റെ ഓരോ സ്വരങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ. അപ്പൊ ഇത്ര 7 സ്വരങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും അതിലേതാണ് ഇപ്പം സ രി ഗ, അത് ഓരോ മണി ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനൊരു പരിശീലനം ഉണ്ട്. ഇവിടെ ഏകദേശം 40ഓളം സിസ്റ്റർമാരുണ്ട്, പ്രായം ചെന്നവരും അല്ലാത്തവരുമായവര്. ഇവിടെ എത്ര പേര് ഈ മണി അടിക്കാനായിട്ട് ഇതിലൂടെ സംഗീതം ആലപിക്കാനായിട്ട് എത്ര പേര് പരിശീലനം ലഭിച്ചിട്ടുണ്ട്? ഏകദേശം ഇവിടെ നോക്കുകയാണെങ്കിൽ 10-30 സിസ്റ്റേഴ്സ്, പ്രായമുള്ള സിസ്റ്റേഴ്സ് ഒക്കെ ഇത് മണി അടിച്ചുകൊണ്ടിരുന്നവരാണ്. പിന്നെ അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊക്കെ വന്നപ്പോഴും ഇത് 2ാം നിലയല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കയറിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് ഇളം തലമുറയ്ക്ക് അതിങ്ങനെ കൈമാറി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇത് എപ്പോഴൊക്കെയാണ് ഒരു ദിവസം, എല്ലാ ദിവസവും ഈ മണിയിലൂടെ ഗാനം ആലപിക്കുന്നുണ്ടോ? അത് ഏതൊക്കെ സമയത്താണ് ഈ മണിനാഥം മുഴങ്ങുന്ന? എപ്പോഴൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ 5 മണിയാകുമ്പോൾ ഈ മണിനാഥം മുഴക്കും. കാരണം ഇവിടെ ആരാധനയുണ്ടെന്ന് ചുറ്റുപാടുമുള്ള ആളുകളെ അറിയിക്കുന്നതിനുള്ള ഒരടയാളമായിട്ട്. പിന്നെ മറ്റൊന്ന്, ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച രാവിലെയും കുരിശുമണി കൊട്ടിക്കഴിയുമ്പോൾ ഈ മണിനാഥം മുഴക്കും. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, എല്ലാ ദിവസവും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സക്രാരി കുർബാന കഴിയുമ്പോൾ സക്രാരി തുറക്കും. ആ സമയത്തും ഈ മണിനാഥം മുഴക്കും.